ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ നവാസിക്കുകയും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് റിവ്യൂ പറയാനായിട്ട്. കാരണം കുറെ റിവ്യൂസ് ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നെഗറ്റീവ് പറയുന്നു, നമ്മൾ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്നു നോക്കി ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എൻ്റെ കുറെ കമന്റ് ബോക്സ് വരുന്നുണ്ട്. എൻ്റെ നല്ല സുഹൃത്താണ്, പക്ഷെ ഉള്ള പോലെ പറയുന്ന ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ മലയക്കോട്ടെ വാലിബൻ തിയേറ്റർ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയം, അതായത് 6:30 മണിക്കായിരുന്നു സിനിമ. 6:30 സിനിമ നിങ്ങൾ കണ്ണും മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ 4 മണിക്ക് അലാറം വെച്ചു, ഉറങ്ങി പോലെ എന്തായാലും നമ്മള് മലയക്കോട്ടെ വാലിബൻ LJPയുടെ ഡയറക്ഷനിൽ ഇറങ്ങി ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഇതിന്റെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ എന്താ ഉദ്ദേശം? അല്ല, LJPയുടെ സിനിമ LJPയുടെ ഈ സിനിമയില് എന്തായാലും നമ്മള് കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം. അപ്പൊ അതാണ് നമ്മൾ കണ്ടിട്ട് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയുടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് പറയാൻ, പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയാനൊന്നും. ഇത് കുറെ കളരിയുടെ സംഭവമാണ്. അതായത് പിന്നെ എന്താണ് ഈ ഒരു ഊര് വിട്ട് മറ്റൊരു ഊരിലേക്ക്, അതായത് ഇതിന് പ്ലോട്ട് ഇതിലുള്ള നമുക്ക് പ്ലോട്ട് മനസ്സിലായത്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ ആ ഒരു ഏരിയ കീഴ്പ്പെടുത്തി അവിടെയുള്ള പെണ്ണും സ്വത്തും സ്വന്തമാക്കുന്ന ഒരു കഥാപാത്രം. അല്ലെ? കുറെ സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്, കളരിയും അഭ്യാസമുറകളും. അതെ, കുറെ സ്ഥലത്തിന്റെ പേര് പറയുന്നത് മങ്കൂട്ട് കളരി, പിന്നെ അമ്പത്തൂർ മലക്കോട്ടെ, അങ്ങനെ കുറെ സ്ഥലത്തിന്റെ പേരുകൾ പറയുന്നുണ്ട്. അത് പോസിറ്റീവ് സൈൻ നമുക്ക് തുടക്കത്തിൽ പറയാം, എന്നിട്ട് നെഗറ്റീവിലേക്ക് പോകാല്ലേ? പോസിറ്റീവ് പറയാനായിട്ട് അധികമൊന്നും ഇല്ല, എന്നാലും ഒന്ന് രണ്ടാണ് എനിക്ക് തോന്നി. ഞാൻ പറയാം, എനിക്ക് തോന്നിയ ഇതിന്റെ മേക്കിംഗ്, അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സെക്കൻഡ് ഹാഫില് ലിജോ ജോസ് പല്ലിശ്ശേരി തിരിച്ചു പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പലയിടത്തും പാളിപ്പോയെന്നുള്ളതാണ് സത്യം. സിനിമ മൊത്തത്തിൽ പാളി എന്നുള്ളതാണ് എന്റെ പാളിപ്പോയെന്ന് ചില കാരണം അറിയോ? സിനിമ ഒരു ഡ്രമാറ്റിക് ആയിപ്പോയി, അതായത് നാടകമായി പോയി. നാടകം, അതായത് ചില സീൻസ് ഒക്കെ ചുമ്മാ ഓവർ റിയാക്ട് ചെയ്ത് ഓവർ ആക്ട് ഭയങ്കരമായിട്ട്. ഹരീഷ് പേരാടിയൊക്കെ കിടന്ന് വിറയ്ക്കോ, എന്തിനാ ഇത്ര വിറയ്ക്കുന്നത്? ഈ ഒരു സിനിമയ്ക്കകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വേണ്ടായിരുന്നു എന്ന് തോന്നി. ഈ ലാലേട്ടനെ ഒന്നും കുറ്റം പറയാനുള്ള ആളില്ല ഞാൻ. നമ്മൾ ഈ ഒരു സിനിമ ലാലേട്ടന് വേണ്ടായിരുന്നു പോലുള്ള ഒരു നടനെ കൊണ്ടുവന്നിട്ട് ഈ സിനിമയിൽ കൊണ്ട് ഈ നാടകം കളിപ്പിച്ചത്. അല്ല, ഞാൻ എന്തിനാണ് ഈ സ്ക്രിപ്റ്റ് നോക്കാതെ സിനിമ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതായത് ഈ പണ്ട് ലാലേട്ടൻ ഈ നല്ല ഫേമസ് ആയിട്ട് നിന്ന സമയത്ത് ഈ LJP മോഹൻലാലിന്റെ ഒരു കഥയാട്ടി തന്നായിരുന്നു. അപ്പൊ അന്ന് പുള്ളി അത് സ്വീകരിച്ചില്ല, കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ പിന്നീട് മോഹൻലാൽ തന്നെയാണ് LJPയെ വിളിച്ചിട്ട് പിന്നെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് മോഹൻലാലിട്ട് 8ന്റെ ഒരു പണി കൊടുത്തതാണോ എന്നൊരു ഡൗട്ട്. പണി കൊടുത്തല്ല, ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു അമർ ചിത്ര കഥ പോലെ കാണണം. പക്ഷെ ഇതിനകത്തുള്ള ഈ സംഭവം വെച്ചാല് രാജസ്ഥാനിലെ മരുഭൂമി, സംസാരിക്കുന്ന തമിഴ്, ആൻഡ് ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ഓവർ റിയാക്ടിങ്. പിന്നെ അതിനകത്തൊരു സെയ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ സൊനാലി കുൽക്കർണി. അതിനകത്ത് സെയ്റ്റ് എന്ന് ഒരാളുണ്ടല്ലോ, നമ്മുടെ ഒരു DJ, ഒരു RJ അങ്ങനെ റേഡിയോ ജോക്കി അങ്ങനെ ഒരു സെയ്റ്റ്. പുള്ളി ഹിന്ദിക്കാരനാ, പുള്ളി കഷ്ടപ്പെട്ട മലയാളം പറയുന്നത്. പിന്നെ വേറൊരു വിഷയം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇത് പിന്നെ നമ്മുടെ ഫ്രൈഡേ ഫിലിംസിന്റെ ഇവൻ പറഞ്ഞിരുന്നു, തിയേറ്ററിൽ മോഹൻലാലിനെ കാണിക്കുമ്പോൾ കിടുങ്ങുവന്ന്. സത്യം പറഞ്ഞാൽ ഇൻട്രോ ഒക്കെ എന്തുവാണ് ഇതിനകത്ത് കാണിക്കുന്നത്? ഈ സിനിമ തുടങ്ങി ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകരായ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. കാരണം കുറ്റം പറയുന്നതല്ല, വളരെ മോശമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും അതോടൊപ്പം മേക്കിംഗ് പക്ക പോരെ. മേക്കിംഗ് ആണ് ഇതിന്റെ മൊത്തത്തിൽ പ്ലോട്ട്. ഞാൻ മനസ്സിലാക്കുന്നറിയോ, അതായത് ബൈബിളിലുള്ള ഒരു കഥാപാത്രമാണ് സാംസൺ എന്ന കഥാപാത്രമുണ്ട്. ആ സാംസൺ കഥാപാത്രത്തെ പോലെ തന്നെ കൊണ്ടുവരിക. അപ്പൊ അതിനകത്ത് നമ്മുടെ ബൈബിൾ വായിച്ച എന്നോട് പറഞ്ഞാണ്, അത് ഇങ്ങനെ കഥാപാത്രമുണ്ട് ഇതേ രീതിയിൽ, അതായത് നമ്മുടെ ഈ തൂണൊക്കെ പളർന്ന് പൊട്ടിക്കുന്ന സീൻസ് ഒക്കെ അതൊക്കെ അതുപോലെ ബൈബിളിൽ പറയുന്നത്. അമാനുഷികൻ സിനിമയിലേക്ക് അത് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് വരുന്നുണ്ട്, സെക്കൻഡിനകത്ത് മൊത്തം അമാനുഷികതയാ. ഒരു സെക്കൻഡ് ഹാഫ് ഇതിനകത്ത് വരുന്നുണ്ട്, അതിന്റെയൊക്കെ സംഭവങ്ങൾ കൊണ്ട് നിർത്തുന്നുണ്ട്. പക്ഷെ ലാഗ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു എനിക്ക് മൊത്തം നാടകീയത ഫീൽ ചെയ്തു. മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ബോർ അടിക്കും ചില സാധനങ്ങളൊക്കെ. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് ഇന്റർവെൽ കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രിട്ടീഷ്, അത് ബ്രിട്ടീഷുകാരല്ല ആക്ച്വലി ഫ്രഞ്ചുകാരാണോ അവരുടെ കോട്ടയിൽ ഉണ്ടായിരിക്കുന്ന സീൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടത്. അത് വലിയ പാടുപെട്ട് മേക്കിംഗ് ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു. അവസാനത്തെ ആ ഒരു ഫയറിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ എനിക്ക് എന്തോ എനിക്ക് അത് ഇച്ചിരി ഇഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം എനിക്ക് ഒട്ടും തന്നെ കൂടെ ദഹിക്കുന്നില്ല. നമ്മുടെ നല്ല സുഹൃത്തുക്കളൊക്കെ ഞാൻ നോക്കുക, അതേ ഇത് എവിടെയായിരിക്കും ഇതിന്റെ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത്, നല്ല രീതിയിൽ വരാം. എന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ആൾക്കാരൊക്കെ ഈ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂലം കമന്റ് അടിക്കാൻ തുടങ്ങി. ഞാൻ ഈ സിനിമ തുടങ്ങുന്ന തലേ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഈ സിനിമയ്ക്ക് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ പക്ക നെഗറ്റീവ്. ഈ നെഗറ്റീവ് ആണെങ്കിൽ ട്രോളിന്റെ ബഹളമായിരിക്കും.
അത് കഞ്ഞി എടുക്കട്ടെ അല്ലെങ്കിൽ വാഴക്കണ്ടിന്റെ സാധനം ഇല്ലേ, അതെ അതെ അതുപോലത്തെ 3-4 ട്രോൾ ഇതിനകത്ത് അതുപോലെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ചാൻസ് ഉണ്ട്. ഇതിനകത്തുള്ള സാധനമുണ്ട്. തപ്പെടുക്കും, വളരെ തപ്പെടുക്കും. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നോക്കിയിരിക്കും തപ്പെടുക്കാനായിട്ട്. ഇതൊരു വലിയൊരു മഹാദുരന്തമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല മൂവിനെ മൊത്തത്തില്. അതായത് ഒന്നും പറയാനില്ല സിനിമയെ കുറിച്ചിട്ട്. എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ചാൽ പോലും ഒന്നും പറയാനില്ല. എനിക്കതിനകത്ത് ഒരു ടേക്ക് അവേ കൊണ്ടുപോകാനായിട്ടൊന്നുമില്ല. ആദ്യം കാണിക്കുമ്പോ തന്നെ ഒരു നല്ലൊരു ഫ്രെയിം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ഫ്രെയിംസ് ആ ചക്കിലാട്ടുന്ന ആ ഒരു സമയത്തുള്ള ഒരു ഫ്രെയിം ഞാൻ തുടക്കത്തില് കണ്ടപ്പോഴത്തേക്ക് അപ്പുറം തന്നെ ഒരു ഡ്രാമാറ്റിക് ഫീൽ ചെയ്തു, ഒരു നാടകീയത ഫീൽ ചെയ്തു. പക്ഷെ ഇവൻ കൊള്ളായിരുന്നു. മനോജ് മോസസോ ഞാൻ പിന്നെ അനിയനായിട്ട് വരുന്നത് ഞാൻ പിന്നെ പ്രതീക്ഷിച്ചു കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പടം കേറി വരും എന്നൊക്കെ ഇങ്ങനെ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് പോലും അതിന്റെ നമ്മൾ പറയുമ്പോൾ ഒരു ഫാൻ ബേസിലൊക്കെ നല്ല സിനിമയാണ്, നല്ല മേക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതിനകത്ത് പല സ്ഥലങ്ങളൊക്കെ ഭയങ്കര ലാഗ് ഫീൽ ചെയ്തു, ഡ്രാമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്തു. ലാലേട്ടനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ സത്യമാണ്. ലാലേട്ടൻ എന്തോ പറ്റുന്നില്ല. അത് തന്നെ ഫൈറ്റും അല്ലെങ്കിൽ കളരി അതുപോലുള്ള സംഭവം ഇതിനകത്ത് വലുതായിട്ടൊന്നും കളരി ഫൈറ്റില് ആ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്, കളർ പെയിന്റ് സ്പേസ് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല കളരി അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അത് കളറി ചെയ്യുന്ന ഒരു ഹരി എന്ന് പറയുന്ന നമ്മുടെ ഒരാളാന്നേ, അത് ഒന്നിനും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ കോമാളികളാക്കി പോയത്. അതായത് വില്ലന്മാരെയൊക്കെ അത്യാവശ്യം ഒരു ഹരീഷ് പേരുടെ ഓവറാ. അല്ലാതെ ഇതിനകത്തുള്ള വില്ലന്മാരൊക്കെ ഇതിനകത്തുള്ള വില്ലന്മാരൊക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, ഒരു സർക്കാസം പോലെ, ഒരു കോമാളികളെ ആക്കിയ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത പോലെ. വേറെ മറ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം എനിക്ക് അതിനകത്ത് ഒരു പോസിറ്റീവായിട്ട് കാണാനായിട്ട് ചില മേക്കിംഗ് സൈഡ് അല്ലാതെ എനിക്ക് വലിയ പോസിറ്റീവ് സൈഡ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആൻഡ് ഇതിനെന്തായാലും വലുതായിട്ട് കീറി മുറിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ട് ഒന്നും ഇല്ല സിനിമയ്ക്കകത്ത്. അതുകൊണ്ട് തന്നെ കീറി മുറിക്കാൻ നമ്മൾ ആളല്ല. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പൊ ഇനിയിപ്പോ ഇപ്പൊ നമുക്ക് അടുത്ത പടത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത നല്ല സിനിമ വരട്ടെ. കാരണം നമ്മളെല്ലാരും തന്നെ ഇന്നലെ മുതൽ ഇതിന്റെ പുറകെ രാവിലെ 5 മിനിറ്റും താമസിക്കുന്നത് 6 മണിക്ക് എത്തിയ സിനിമ നല്ലതായിരിക്കണം. ഞാൻ പേഴ്സണലി പ്രാർത്ഥിച്ചാ കയറിയ നല്ല കംബാക്ക് ആയിരിക്കണേ പ്രാർത്ഥിച്ചാ കയറിയ. പക്ഷെ ഞാൻ ശരിക്കും നിരാശനായിട്ടാണ് സിനിമ കണ്ടിറങ്ങിയത്. ഇനി മറ അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പോസ് രേഖപ്പെടുത്താം. സോ അടുത്ത സിനിമ വിഷയം ഉടനെ കാണാം. തൽക്കാലം ഞാനും നവാസിക്കും ഇവിടെ വന്നു. ബൈ.